ഇന്നലെ ന്യൂസ് മലയാളം പുറത്തുവിട്ട ആ വലിയ വാർത്തയുടെ തുടർ വാർത്തകളും ഈ വാർത്താ ദിനത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ആറന്മുള വിവാദ പദ്ധതിക്കായി വീണ്ടും നടത്തിയ നീക്കത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ന്യൂസ് മലയാളം പുറത്തുവിടുകയാണ്. ചീഫ് സെക്രട്ടറി തല യോഗ തീരുമാനത്തിന് വിരുദ്ധമായി കുറിപ്പെഴുതിയത് IT സ്പെഷ്യൽ സെക്രട്ടറി C.റാം സാംബശിവറാവുവാണ്. പദ്ധതി ഉപേക്ഷിക്കാനുള്ള അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ചില വ്യക്തതകൾ കൂടി വേണമെന്ന് കുറിപ്പിൽ പറയുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടം തുടങ്ങുന്നത് കരഭൂമിയിലും രണ്ടാം ഘട്ടം തരം മാറ്റിയ നെൽവയൽ ഭൂമിയിലും ആയതിനാൽ സാങ്കേതികമായ തടസ്സമില്ലെന്നും IT സെക്രട്ടറി പറയുന്നുണ്ട്. അതേസമയം IT സെക്രട്ടറിയുടേത് നിയമത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കമെന്ന് മന്ത്രി P. പ്രസാദ് ആരോപിച്ചു. മുമ്പ് നിയമവിരുദ്ധമായി നികത്തിയ വയൽ എങ്ങനെ കരഭൂമിയാകും? നിയമത്തെ മറികടന്നുള്ള ഒളിച്ചുകടത്തലുകൾ അനുവദിക്കില്ലെന്നും ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ കൃഷിമന്ത്രി പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് അനധികൃതമായി നികത്തി. ആ അനധികൃതമായി നികത്തിയ ഭൂമിയുമായി ബന്ധപ്പെട്ട് കേസും തർക്കങ്ങളും നിൽക്കുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് പറയുന്നു ഇതാ കരഭൂമിയാണ്, ഈ കരഭൂമിയിൽ തന്നാൽ മതി എന്ന് പറയുന്നു. എങ്ങനെയാണ് അതിന് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? അപ്പോൾ ഒരു നിയമത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ്. അത്തരം നീക്കങ്ങളെ ഗൗരവത്തോടു കൂടി കാണുകയും ഭരണാധികാരികളുടെ മുമ്പാകെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥൻ നിറവേറ്റുകയാണ് വേണ്ടത്. അല്ലാതെ വേറെ ആരുടെയെങ്കിലും തരത്തിലുള്ള ഈ അഭിപ്രായങ്ങൾക്കൊപ്പം ചേരുകയല്ലോ. അങ്ങനെ ഒപ്പം ചേർന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു IT ക്ലസ്റ്ററോ IT പാർക്കോ വരുന്നതിനൊന്നും ആരും എതിരല്ല. പക്ഷേ അതെല്ലാം നിയമപരമായ വഴികളിൽ കൂടി മാത്രമായിരിക്കണം. നിയമത്തെ ബൈപ്പാസ് ചെയ്തിട്ട് ഒളിച്ചു കടത്തപ്പെടുന്ന ഒന്നുണ്ടാവാൻ പാടില്ലാത്തതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളുമായി VS അനു നമുക്കൊപ്പം ചേരുകയാണ്. അനു, ഗുഡ് മോർണിംഗ്. ഇന്നലെ പുറത്തുവിട്ട വാർത്തയുടെ അലയൊലികൾ ഇപ്പോൾ സംസ്ഥാനത്താകെ രാഷ്ട്രീയത്തിലാകെ പിടിച്ചു കുലുക്കുന്ന നിലയിലാണ്. ഇന്നിപ്പോൾ നമ്മൾ തുടർ വാർത്തകൾ തുടർ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ ഇപ്പോൾ ഈ C.റാം സാംബശിവറാവുവിന്റെ പങ്ക് ഇതിലെന്താണ്? കൂടുതൽ വ്യക്തമായി ഇത് സർക്കാർ പൂർണ്ണമായി അറിഞ്ഞുകൊണ്ടല്ല, ഇതൊരു ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമുള്ള നടപടിയാണ് എന്ന ഒരു വ്യക്തതയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ? അതോ ഇതിൽ ഇനിയും ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ടോ അനു? ബിനിൽ, ഗുഡ് മോർണിംഗ്. ഏതായിരുന്നാലും നമ്മൾ ഇന്ന് നൽകിയ വാർത്ത അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് നമ്മൾ നൽകുന്നത്. ഇതിൽ നമ്മൾ ഇന്നലെ വരെ ചോദിച്ചിരുന്നു, ഈ പറയുന്ന സർക്കാർ ചീഫ് സെക്രട്ടറി തല യോഗത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ച ഒരു പദ്ധതി, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാധ്യത തേടിയും കളക്ടർക്ക് റിപ്പോർട്ട് അയക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കത്ത് അയക്കുമ്പോൾ ആരാണ് അതിന് പിന്നിൽ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരുന്നു. അതിനുള്ള ഉത്തരമാണ് നമ്മൾ നൽകുന്നത്. ഏതായാലും ആ ഒരു നീക്കത്തിന് സർക്കാരിൻ്റെ ഫയൽ പ്രകാരമുള്ള ഉത്തരവാദി അത് IT സെക്രട്ടറി ആയിട്ടുള്ള C.റാം സാംബശിവറാവു തന്നെയാണ്. അദ്ദേഹം എഴുതിയ കുറിപ്പിൻ്റെ ഫയലിൻ്റെ പകർപ്പടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത നൽകുന്നത്. ഈ നോക്കും, ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൻ്റെ ഏപ്രിൽ 10 നടന്ന യോഗത്തിൻ്റെ മിനിറ്റ്സ് ജൂൺ 16-ാം തീയതിയാണ് ഫയലിൽ എഴുതുന്നത്. ആ 16-ാം തീയതി എഴുതുമ്പോൾ 30-ാം തീയതിയാണ് C.റാം സാംബശിവറാവും ഈ തരത്തിലുള്ള ഒരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, പ്ലീസ് സീ ദ നോട്ട് 174, അതായത് 172-ാമത്തെ, അതായത് ഈ പറയുന്ന ചീഫ് സെക്രട്ടറി തല യോഗത്തിൻ്റെ മിനിറ്റ്സ്, ആ നോട്ടാണ് 172. അദ്ദേഹം പറയുന്നു, ഐ ബിലീവ് വി ഷുഡ് ഗെറ്റ് എ ക്ലിയർ ഡാറ്റ ഓൺ ദ ഫോളോയിങ്. താഴെ പറയുന്ന കാര്യങ്ങളിൽ ഒരു കൃത്യത വേണം. അത് ടോട്ടൽ ലാൻഡ് അവൈലബിൾ, മൊത്തം എത്ര ഭൂമിയാണുള്ളത്,